ഹലോ, വെൽക്കം ടു മാത്സിയോൺ. HSST എക്സാം ആവാറായി. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത്. സോ അതിൻ്റെ ഭാഗമായിട്ട് മാത്സിയോണിൻ്റെ HSST പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് അതിൻ്റെ ഒരു സീരീസ് ആയിട്ട് നടക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 083/2023 എന്നുള്ള കാറ്റഗറി നമ്പറുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ, അതിൽ മൊഡ്യൂൾ 2 റിയൽ അനാലിസിസിൽ വരുന്ന ടോപ്പിക്കിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ HSST എക്സാം മെയ് 5-നാണ്. എല്ലാവരും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പ്രിപ്പയർ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എഴുതി നോക്കുക, മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. സോ അതിൻ്റെ ഭാഗമായിട്ട് മാക്സിമം ഒരു 30 ഡേയ്സ് എക്സാം സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർച്ച് 25 സ്റ്റാർട്ട് ചെയ്തതാണ്. സോ അതിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ പെട്ടെന്ന് തന്നെ അത് അവസാനിപ്പിക്കും. സോ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നമ്മൾ 2 ബാച്ചായിട്ടാണ് എക്സാം സീരീസ് നടത്തുന്നത്. എക്സ്ട്രാ മൈൽ ബാച്ചും അതുപോലെ സ്പ്രിൻറ്റ് ബാച്ചും. എക്സ്ട്രാ മൈൽ ബാച്ചിൽ HSST സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ സൊല്യൂഷനും മെൻറ്റർ സപ്പോർട്ടും നിങ്ങൾക്ക് തരും. ഇനി സ്പ്രിൻറ്റ് ബാച്ച് ആണെങ്കിൽ എക്സാംസ് ആണ് ഉണ്ടാവുക, അതിൽ സൊല്യൂഷനും മെൻറ്റർ സപ്പോർട്ടും ഉണ്ടാവില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കീയും ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ ഡേയിൽ നമ്മുടെ കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റും കൂടെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താല്പര്യമുള്ളവർക്ക് mathsion.in എന്നുള്ള വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ എന്നാണ്. ഇപ്പോൾ ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് ആണ് കാണുന്നത്. ഓക്കെ, ലിമിറ്റ് എൻഡിങ് ടു ഇൻഫിനിറ്റി ഫോമിലുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കൂ, ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1+1/n² ഹോൾ പവർ n² ആണ് നമുക്ക് കണ്ടത് അല്ലേ. സോ ഞാൻ ഇതിന് L എന്ന് വിളിക്കുന്നു. സോ ലോഗ് എടുക്കുന്നു. ലോഗ് L എന്ന് പറയുമ്പോൾ എന്ത് വരും? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി n² ഇൻറ്റു ലോഗ് 1+1/n² എന്നുള്ള ഫോമിൽ വരും. ഓക്കെ, സോ ഇത് ഇൻഫിനിറ്റീൻ്റെ 0 ഫോമിലാണ്. ഈ n² എനിക്ക് താഴേക്ക് എടുക്കാം അല്ലേ. സോ ദിസ് ഈക്വൽ ടു ഒരു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ലോഗ് 1+1/n² ഡിവൈഡഡ് ബൈ 1/n² എന്നുള്ള ഫോമിൽ വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇപ്പോൾ എന്നിന് ഇൻഫിനിറ്റി കൊടുക്കുന്ന സമയത്ത് ഇത് ലോഗ് 10 ആണ്, ഡിവൈഡ് ബൈ 1/∞ 0 ആണ്. സോ 0/0 ഫോമിലാണ് വരിക അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം? ലോപിതാൽ റൂൾ യൂസ് ചെയ്യാം. സോ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ലോഗ് 1+1/n² ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1+1/n², സോറി 1/1+1/n² ഇൻറ്റു ഈ 1+1/n² ഡെറിവേറ്റീവ് എന്ത് വരും? 1ൻ്റെ ഡെറിവേറ്റീവ് 0, 1/n² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -2/n³ എന്ന് വരും അല്ലേ. ഹോൾ ഡിവൈഡ് ബൈ എന്ത് വരും? ഇവിടെ -1/n² ഡെറിവേറ്റീവ് വീണ്ടും -2/n³ എന്ന് വരും. ഓക്കെ, സോ ഇത് രണ്ടും ഇവിടെ കട്ട് ചെയ്ത് പോവും. സോ എന്ത് വരും? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1/1+n² എന്നാണ് വരിക. സോ ദാറ്റ് ഇസ് ഈക്വൽ, സോറി 1/1+1/n² എന്നാണ് വരിക. സോ ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഈ ടേം 0 ആവും. സോ എന്താ കിട്ടുക? നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? വിച്ച് ഇംപ്ലൈസ് ലോഗ് L ഈക്വൽ ടു 1 എന്ന് കിട്ടി. വിച്ച് ഇംപ്ലൈസ് L ഈക്വൽ ടു എന്ത് കിട്ടും? L ഈക്വൽ ടു e പവർ അല്ലെങ്കിൽ e ആണെന്നാണ് കിട്ടുക. ഓക്കെ, സോ ഇതിൻ്റെ ലിമിറ്റ് e ആണെന്നുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, സോ ഇനി ഇതേപോലെ തന്നെ ആയിരിക്കും വരിക. രണ്ടാമത്തെ ബി ഓപ്ഷനിൽ വരുന്നത് എന്താണ്? നോക്കൂ, ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1+1/n² ഹോൾ പവർ 2n² അല്ലേ. സോ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1+1/n² ഹോൾ പവർ 1+1/n² ഹോൾ പവർ 2n² എന്നാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1+1/n² ഹോൾ പവർ n², സോറി ഹോൾ പവർ n² ഹോൾ പവർ എന്തെഴുതാൻ പറ്റും? 2 എന്ന് എഴുതാൻ പറ്റും അല്ലേ. സോ ഈ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? e ആണ്. സോ e² എന്ന് വരും. ഓക്കെ, സോ ഈ ലിമിറ്റ് e² എന്നുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. അടുത്ത നോക്കൂ, അടുത്ത ജനറൽ ആയിട്ട് നമുക്ക് പറയാം ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1+x/n ഹോൾ പവർ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? e പവർ x എന്നായിരിക്കും. ഓക്കെ, സോ ഇവിടെ തന്നിട്ടുള്ളതാണ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1+1/2n ഹോൾ പവർ n അല്ലേ. സോ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1+1/2n ഹോൾ പവർ n, അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി
1 പ്ലസ് 1/2 ഡിവൈഡ് ബൈ n എഴുതാം അല്ലേ, ഹോൾ പവർ n എന്ന് വരും. സോ ഇവിടെ എക്സിന് 1/2 കൊടുക്കുന്നത് ഫോമിൽ അല്ലേ, ഇവിടെ എക്സിന് 1/2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇ പവർ 1/2 അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ഇ എന്ന് വരും. ഓക്കെ, സോ ഈ ഓപ്ഷനും ട്രൂ ആണ്. സോ നമുക്ക് നോട്ട് ട്രൂ വരുന്ന ഏതായിരിക്കും, ഓപ്ഷൻ ഡി ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി നമുക്ക് നോക്കാം. എന്തായിരുന്നു, ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 2/n ഹോൾ പവർ അല്ലേ, 1 പ്ലസ് 2/n ഹോൾ പവർ n ആണ്. അപ്പം ഇവിടെ എന്താണ്, എക്സിന് 2 കൊടുക്കുമ്പോൾ ഇതെന്ത് വരും, ഇ പവർ 2 എന്നാണ് വരിക. പക്ഷെ ഇവിടെ നമുക്ക് ഇ എന്നാണ് തന്നിട്ടുള്ളത്, അപ്പോൾ അത് തെറ്റാണ്. സോ ഇത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇവിടെ നോട്ട് ട്രൂ ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഓപ്പൺ 0 പൈ. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ ഓപ്പൺ ഇന്റർവെല്ലിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണോ നോക്കാൻ, ആ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ നോക്കുക, ആണെങ്കിൽ നമ്മൾ ഈ രണ്ട് എൻ പോയിന്റ്സിലും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഓക്കെ, സോ നോക്കൂ, ഇവിടെ ഈ എക്സ് കോസ് 1/x ആണെങ്കിൽ ഇ പവർ എക്സ് ആണെങ്കിലും ഇ പവർ x/x ആണെങ്കിലും 1/e⁻x ആണെങ്കിലും ഇതൊക്കെ എന്തായിരിക്കും, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. കാരണം ഇതിൻ്റെയൊക്കെ എന്താണ്, ഇതിൻ്റെയൊക്കെ സിംഗുലാരിറ്റി വരുന്നത് അല്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ് വരുന്നത് x ഈക്വൽ ടു 0യിലാണ് അല്ലേ. പക്ഷേ x ഈക്വൽ ടു 0 എന്നുള്ളത് നമുക്ക് തന്നിട്ടുള്ള ഇന്റർവെല്ലിൽ ഇല്ല. സോ ഈ ഫംഗ്ഷൻസ് ഒക്കെ കണ്ടിന്യൂസ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ഈ x ഈക്വൽ ടു പൈ വരുന്ന സമയത്ത് ഇവിടെ വേറെ ഇ പവർ എക്സിനോ ഇ പവർ x/xനോ 1/e⁻x ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. കോസ് 1/xന് കോസ് 1/π കോസ് 1/π എന്നാണ് വരിക, അവിടെയും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ പൈയിൽ എല്ലാ സ്ഥലത്തും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ നമ്മൾ 0യിലാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക, കാരണം 0 ആണ് ഇവിടെ പ്രശ്നം വരാനുള്ള സാധ്യതയുള്ളത്. ഓക്കെ, സോ എയിൽ നമ്മൾ എന്ത് ചെയ്യണം, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് എക്സ് കോസ് 1/x ചെയ്യണം അല്ലേ. സോ ഈ കോസ് 1/x ബൗണ്ടഡ് ആണ്, ആൻഡ് ആസ് എക്സ്റ്റെൻസ് ടു 0 ഇത് 0യിലേക്ക് പോകും. സോ ഒരു ഫംഗ്ഷൻ ബൗണ്ടഡും അടുത്തത് 0യിലേക്കും പോയാൽ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിമിറ്റ് 0 ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താണ്, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് e⁻x എന്ന് പറഞ്ഞാൽ എന്ത് വരും, e⁻0 എന്ന് പറഞ്ഞാൽ 1, അതും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ എന്തായിരിക്കും, എഫ് എന്ന് പറയുന്നത് ഇവിടെ യൂണിഫോംലി കണ്ടിന്യൂസ് ആയി, ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് കിട്ടും, ഇവിടെയും എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആയി. ഓക്കെ, അടുത്ത സി എന്ന് പറയുന്നത് എന്താ നോക്കൂ, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് e⁻x ഡിവൈഡ് ബൈ എക്സ്. ഓക്കെ, അപ്പോൾ ആസ് എക്സ്റ്റെൻസ് ടു 0 e⁻0 എന്ന് പറയുന്നത് 1/0 എന്നുള്ള ഫോമിലാണ് വരിക അല്ലേ, ദാറ്റ് ഈസ് ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലാണ് വരിക. സോ ഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ, ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് കിട്ടും. സോ നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ ഇത് യൂണിഫോംലി കണ്ടിന്യൂസ് അല്ല. സോ നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഓപ്ഷൻ സി ആണ് വരിക. ഓക്കെ, ഇനി ഡി നോക്കി നോക്കും, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് 1/e⁻x എന്ത് വരും, 1/1 1 എന്ന് വരും. സോ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ എക്സിസ്റ്റ് ചെയ്യാതെ വരുന്നത് e⁻x/x ആണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് x - 1 പ്ലസ് മോഡുലസ് ഓഫ് x + 1 ഫോർ എവറി x ബിലോങ്സ് ടു R. ഇങ്ങനെയുള്ള ചോദ്യം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതെന്താ സംഭവിക്കുന്നത് നോക്കൂ, മോഡ് x - 1 മോഡ് x + 1. ഓക്കെ, അപ്പോൾ ഇതിന് ഡിഫറൻഷ്യബിലിറ്റി ഒക്കെ പ്രശ്നം വരാൻ സാധ്യതയുള്ള പോയിന്റുകൾ എന്തായിരിക്കും, ഈ മോഡ് 0 ആകുന്ന പോയിന്റാണ് അല്ലേ. അപ്പോൾ x ഈക്വൽ ടു 1 x ഈക്വൽ ടു -1 ആയിരിക്കും പ്രശ്നം. ഓക്കെ, നമുക്കത് അങ്ങനെ അല്ലാതെ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, x ലെസ് ദാൻ -1 ആണെന്ന് എടുക്കുന്നു. ഓക്കെ, x ലെസ് ദാൻ -1, x ലെസ് ദാൻ -1 ആണെങ്കിൽ എന്ത് വരും, മോഡുലസ് ഓഫ് x - 1 എന്ന് പറയുന്നത് x - 1 നെഗറ്റീവ് ആയിട്ട് മാറും അല്ലേ, x ലെസ് ദാൻ -1 ആണെങ്കിൽ. സോ എന്തായാലും മൈനസ് ഓഫ് x - 1 ആയിരിക്കും അല്ലേ. അതുപോലെ മോഡ് x + 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക, x ലെസ് ദാൻ -1 ആണെങ്കിൽ x + 1ഉം നെഗറ്റീവ് ആയിരിക്കും. സോ മൈനസ് ഓഫ് x + 1 വന്നു. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതിൻ്റെ രണ്ടിൻ്റെയും സം അല്ലേ, മൈനസ് ഓഫ് x - 1 പ്ലസ് മൈനസ് ഓഫ് x + 1 വരും. ഓക്കെ, സോ ഇവിടെ -x -2x 1ഉം 1ഉം ക്യാൻസൽ ചെയ്ത് പോകും, -2x കിട്ടും. ഓക്കെ ഓക്കെ, അതുപോലെ ഇനിയിപ്പം എന്ത് ചെയ്യാം, -1 ലെസ് ദാൻ x ലെസ് ദാൻ 1 എന്നുള്ള ഫോമിൽ എടുക്കാം, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എടുത്താലും കുഴപ്പമൊന്നുമില്ല, കാരണം x ഈക്വൽ ടു വരുന്ന സമയത്ത് ഒന്ന് 0 ആവുകയാണ് ചെയ്യുക. സോ ഈ ഒരു ഇന്റർവെൽ എടുക്കുന്നു, അപ്പോൾ എന്ത് വരും, മോഡ് x - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, x -1നേക്കാൾ വലുതാണ്. x -1നേക്കാൾ വലുതാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ x
-1ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് അല്ലേ. സോ x-1 എന്ന് പറയുന്നത് അവിടെ എന്തായിട്ട് മാറും, 1നേക്കാൾ ചെറുതായിട്ടാണ് വരിക. സോ ഇത് നെഗറ്റീവ് ആവും അല്ലേ. സോ -(x-1) എഴുതാം. ഓക്കെ, ഇനി അടുത്തത് മോഡുലസ് ഓഫ് x+1 എന്ന് പറയുമ്പോൾ എന്തുവരും, എക്സ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ്. സോ 1+x എന്നുള്ള ഫോമിലാണ് വരിക. സോ 1+x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും അവിടെ, ഇത് പോസിറ്റീവ് ആയിരിക്കും അല്ലേ. എക്സ് എന്ന് പറയുന്നത് 1നേക്കാൾ ചെറിയ നമ്പർ, പക്ഷെ -1നേക്കാൾ വലുത്. അപ്പം -1+1 എന്ന് പറയുന്നത് മാക്സിമം എന്ത് വരും, 0 വരും. സോ ഇത് >0 ആയിരിക്കും. സോ x+1 തന്നെ വരും. ഓക്കെ, സോ വിച്ച് ഇംപ്ലൈസ് f(x) എന്ത് കിട്ടും, ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മാണ് -(x-1) പ്ലസ് x+1 എന്ന് വരും. സോ ഇവിടെ -xഉം +xഉം പോവും, +1 2 എന്ന് വരും. ഓക്കെ, ഇവിടെ 2 എന്നാണ് വരിക. ഇനി x >1 ആകുമ്പോൾ സംഭവിക്കും, മോഡുലസ് ഓഫ് x-1 എന്ന് പറഞ്ഞാൽ എന്താ വരിക, x >1 ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ആയിരിക്കും. സോ x-1 എന്ന് വരും. അതുപോലെ മോഡ് x+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും 1ഉം പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് മൊത്തം പോസിറ്റീവ് ആവും. സോ x+1 വരും. വിച്ച് എംപ്ലൈസ് f(x) എന്ത് കിട്ടി, x-1 പ്ലസ് x+1 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, 2x എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, f(x) -2x if എപ്പോഴാണ് x <-1. അതുപോലെ എന്ത് കിട്ടും, 2 if -1 x<-1 ആൻഡ് എന്താണ് 2x if എന്ത് വരും, x >1 എന്ന് വരും. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നമുക്ക് <= ഇടാം, കാരണം x = 1 ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ 2, ഇവിടെ ആണെങ്കിൽ 2. ഇനി x -1 ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ 2, ഇവിടെ ആണെങ്കിൽ 2. ഓക്കെ, സോ ഇത് കണ്ടിന്യൂസ് ആയിട്ടാണ് വരിക. സോ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ ഉള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോ പോയിന്റിൽ നോക്കണം. f(x) എന്ന് പറയുന്ന ഒന്നും കൂടെ ഞാൻ എഴുതുന്നു. f(x) എന്താണ്, -2x if x <-1. അതുപോലെ എന്താണ് 2 if x -1 < x <-1 ആൻഡ് 2x if x >1 എന്നുള്ള ഫോമിലാണുള്ളത്. ഓക്കെ, സോ നമ്മൾ x = ഇത് എവിടെയൊക്കെയാണ് -1ലും 1ലും ആണ് ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ x -1ൽ നോക്കുന്നു. x -1ൽ ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്താ വരിക, ഡെറിവേറ്റീവ് ഓഫ് -2x വരും അല്ലേ. d/dx ഓഫ് -2x ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, -2 എന്ന് കിട്ടും. ഓക്കെ, ഇനി അവിടുത്തെ റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്താ വരിക, റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ d/dx ഓഫ് ഇവിടെ റൈറ്റ് x -1 ആകുമ്പോൾ 2 ആണ് വരിക. ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 അല്ലേ. ഇപ്പം ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് കിട്ടും. സോ എന്ത് കിട്ടും, f ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x = -1 എന്ന് കിട്ടും. സോ x -1ൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. ഇതുപോലെ x = 1 എടുക്കുന്നു. അപ്പം ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് വരും, ഡെറിവേറ്റീവ് ഓഫ് x <-1 ആകുമ്പോൾ എന്ത് വരും, ഇവിടെയാണ് വരും അല്ലേ. സോ 2 ആണ്. ഡെറിവേറ്റീവ് ഓഫ് 2 0 വന്നു. ഇനി റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് ഇവിടെ 2x അല്ലേ, ഡെറിവേറ്റീവ് ഓഫ് 2x അത് 2 വന്നു. സോ ഇവിടെ എന്തല്ല, ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും ഈക്വൽ അല്ല. വിച്ച് ഇംപ്ലൈസ് f ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x = 1 എന്ന് കിട്ടും. ഓക്കെ, x = 1ൽ ഇത് ഡിഫറൻഷ്യബിൾ അല്ല. അപ്പോൾ ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റ് ഏതൊക്കെയാണ്, f ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x = -1 ആൻഡ് x = 1. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈ ലഗ്രാഞ്ചേസ് മീൻ വാല്യൂ തിയറം ദ വാല്യൂ ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് 65 ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 65 ആണ് കാണേണ്ടത്. സോ ക്യൂബ് റൂട്ട് ഓഫ് 65 നമുക്ക് 65 ഹോൾ പവർ 1/3 എന്ന് എഴുതാം അല്ലേ, ക്യൂബ് റൂട്ട് ഓഫ് 65നെ. സോ ഞാൻ മീൻ വാല്യൂ തിയറാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, f(x) = x പവർ 1/3 എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും, f(65) എന്ത് വരും, 65 പവർ 1/3 അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 65 എന്ന് കിട്ടും. ഓക്കെ, സോ ഈ ഒരു ഇതാണ് നമുക്ക് കാണേണ്ടത്. സോ ഞാൻ f(x) എന്ന് പറഞ്ഞാൽ x പവർ 1/3 ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ മീൻ വാല്യൂ തിയറം യൂസ് ചെയ്യണമെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്ലോസ് ഇൻ്റർവെലും അത് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ആ ഓപ്പൺ ഇൻ്റർവെലും നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. സോ അങ്ങനെ ഒരു ഇൻ്റർവെൽ നമുക്ക് കിട്ടണം. ആൻഡ് f(x) എന്നുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടുകയും വേണം. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഏത് ഇൻ്റർവെലാണ് കൺസിഡർ ചെയ്യുന്നത്, കൺസിഡർ 64,65 എന്നുള്ള ഇൻ്റർവെലാണ് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്. അത് എന്തിനാണ് കൺസിഡർ ചെയ്യുന്നത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ ഈ ക്ലോസ് ഇൻ്റർവെൽ 64-65ൽ f ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ 64-65 ആയിരിക്കും അല്ലേ. സോ therefore by mean value theorem there exists a c belongs to open interval 64,65 such that എന്ത് കിട്ടും, f dash of c equal to
എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ അല്ലേ, വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും, എഫ് ഓഫ് സി എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് 65 മൈനസ് എഫ് ഓഫ് 64 ഡിവൈഡ് ബൈ 65 മൈനസ് 64 എന്ന് വരും. ദാറ്റ് ഈസ് എഫ് ഓഫ് 65 എന്ന് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പവർ 1/3 ആണ്. സോ 65 പവർ 1/3 മൈനസ് 64 പവർ 1/3. 64 പവർ 1/3 എന്ന് പറഞ്ഞാൽ എന്താ, 4ന്റെ ക്യൂബ് ആണ് എന്ത് വരുന്നത് 64 അല്ലേ, 4 × 4 16 × 4 ആണ്. സോ ക്യൂബ് റൂട്ട് ഓഫ് 64 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 4 എന്ന് വരും. ഓക്കെ, സോ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എന്ത് കിട്ടി, ഡിവൈഡ് ബൈ 1 ആണ് അല്ലേ. സോ 65 പവർ 1/3 മൈനസ് 4 എന്ന് കിട്ടി, വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്യൂബ് റൂട്ട് ഓഫ് 65 ഈക്വൽ ടു എന്ത് കിട്ടി, എഫ് ഡാഷ് ഓഫ് സി പ്ലസ് 4 എന്ന് കിട്ടും. ഓക്കെ, എഫ് ഡാഷ് ഓഫ് സി പ്ലസ് 4 ആണ് എന്ത് വരിക, ക്യൂബ് റൂട്ട് ഓഫ് 65 വരിക. ഓക്കെ, ഇനി നമുക്ക് എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് അറിയാലോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, എക്സ് പവർ 1/3 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, 1/3 എക്സ് പവർ 1/3 മൈനസ് 1 അല്ലേ, ദാറ്റ് ഈസ് എക്സ് പവർ മൈനസ് 2/3 എന്ന് വരും. സോ എക്സ് പവർ മൈനസ് 2/3 അല്ലെങ്കിൽ 1/3 എക്സ് പവർ 2/3 എന്ന് എഴുതാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് അറ്റ് സി എന്ന് പറയുമ്പോൾ എന്ത് വരും, 1/3 ഇൻറ്റു സി പവർ 2/3 എന്നാണ് വരും അല്ലേ, സി പവർ 2/3 എന്ന് വരും. ഓക്കെ, സോ നമുക്ക് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ക്യൂബ് റൂട്ട് ഓഫ് 65 ഈക്വൽ ടു 4 പ്ലസ് എന്താണ് 1/3 സി പവർ 2/3 എന്ന് വരും. ഓക്കെ, സി പവർ 2/3 എന്ന് വരും. ഓക്കെ, ഇനി ഈ വാല്യൂ എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലാണ് ഇത് ഏത് ഇന്റർവെല്ലാണ് ഉണ്ടാവുക നമുക്ക് കിട്ടുക. ഓക്കെ, സോ നമുക്ക് സി എന്ന് പറയുന്നത് എവിടെയാണ് ഉള്ളത് നമുക്കറിയാം. എന്താണ് സി എന്ന് പറയുന്നത്, ഓപ്പൺ ഇന്റർവെൽ 64,65 അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ സി പവർ 2/3 എന്ന് പറഞ്ഞാൽ എന്താ വരിക, സി സ്ക്വയറിന്റെ റൂട്ട്. ഓക്കെ, സി സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറയുന്ന സമയത്ത് അത് എന്തായിട്ട് മാറും, ബിലോങ്സ് ടു 64 പവർ 2/3 65 പവർ 2/3 എന്ന് എഴുതാലോ. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 64 പവർ 2/3 എന്താ, 64 ഓൾ പവർ 1/3 എന്ന് പറഞ്ഞാൽ 4 ആണ്, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. ഓക്കെ, 16 ഇതെന്ത് വരും, 65 പവർ 2/3 എന്ന് വരും. ഓക്കെ, അപ്പൊ സി എന്ന് പറയുന്നത് എവിടെയുള്ളത്, സി ബിലോങ്സ് ടു 16, 65 പവർ 2/3. ഈ ഒരു ഇന്റർവെല്ലാണ് എന്തുണ്ടാവുക, സി ഉണ്ടാവുക. ഓക്കെ, നമ്മളോട് സോറി സി അല്ല, സി പവർ 2/3 ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3 × സി പവർ 2/3 എന്ത് വരും, ഇംപ്ലൈസ് 3 × സി പവർ 2/3 ബിലോങ്സ് ടു എന്തായിരിക്കും, 3 × 16 48 എന്ത് വരും, 3 × 65 പവർ 2/3 എന്ന് വരും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 1 ആണ്, വിച്ച് ഇംപ്ലൈസ് 1/3 സി പവർ 2/3 എന്ന് വരുമ്പോൾ എന്ത് വരും, ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് ഈ ഇന്റർവെൽ തിരിയും അല്ലേ. സോ എന്ത് വരും, 1/3 × 65 പവർ 2/3 എന്ത് വരും, 1/48 എന്ന് വരും. ഓക്കെ, 1/48 എന്ന് വരും. ഇങ്ങനെയാണ്, ഇവിടെയാണ് ഇത് ഉണ്ടാവുക. ഓക്കെ, സോ വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും, 4 പ്ലസ് 1/3 × സി പവർ 2/3 ബിലോങ്സ് ടു എന്ത് വരും, 4 പ്ലസ് 1/3 × 65 പവർ 2/3 പ്ലസ് 4 പ്ലസ് 1/48 എന്ന് വരും. ഓക്കെ, സോ നോക്കൂ, ഇതെന്താണ്, ഈ 4 പ്ലസ് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയും, 4 പ്ലസ് 1/c പവർ 2/3 എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് 65 അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു ഇങ്ങനെയാണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കൂ, ക്യൂബ് റൂട്ട് ഓഫ് 65 എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ്. അപ്പൊ 4 പ്ലസ് സംതിങ് 4 പ്ലസ് 48 എന്നുള്ള ഫോമിലാണുള്ളത്. സോ വിച്ച് ഇംപ്ലൈസ് എന്ന് പറയാൻ പറ്റും, വിച്ച് ഇംപ്ലൈസ് ഈ ക്യൂബ് റൂട്ട് ഓഫ് 65 എന്ന് പറയുന്നത് ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും ഇന്റർവെൽ എടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ടാവുമല്ലോ. സോ എന്ത് വരും, 4 പ്ലസ് 1/48 എന്ന് നമുക്ക് എടുക്കാം. ഇതെങ്ങനെ എടുത്തത്, ഇത് ഓപ്ഷന് വേണ്ടിയിട്ടാണ് എടുത്തത്. സോ 4, 1/48 എന്നുള്ള ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, ശരിക്കും ഈ ഒരു ഇന്റർവെൽ ഉണ്ടെന്ന് നമുക്ക് സ്പെസിഫൈ ആയിട്ട് പറയാൻ പറ്റും. ഇനി ഈ ഇന്റർവെൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ഇന്റർവെല്ലാണ് ഇത് എക്സിസ്റ്റ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റ് fn of x be a sequence of function defined by fn of x equal to nx e power minus nx square if x greater than or equal to 0 is not uniformly convergent on closed 0, 1. അടുത്ത സ്റ്റേറ്റ്മെന്റ് fn of x equal to x divided by 1 plus nx square where x belongs to R is uniformly convergent on closed interval 0, 1. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് എന്താണ്, ഇത് യൂണിഫോംലി കൺവെർജന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. സോ ഒന്നാമത്തെ തന്നിട്ടുള്ളത് fn of x. fn of x ഈക്വൽ ടു എന്താണ്, nx
ഇ പവർ മൈനസ് എൻ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, സോ എക്സ് 0 ആവുന്ന സമയത്ത് ഇതെന്തായിട്ട് മാറും? എക്സ് ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് എഫ് എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി 0 ആവും. ഓക്കെ, ഇനി എക്സ് 0 അല്ല, എക്സ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് എഫ് എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? എൻ ഇ പവർ മൈനസ് എൻ എന്നാണ് വരിക. ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇതെന്താ എങ്ങോട്ടാ പോവുക? 0യിലേക്ക് കൺവെർജ് ചെയ്യും. ഓക്കെ, ഇതും 0യിലേക്കാണ് കൺവെർജ് ചെയ്യുക. ഇനി 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആണെങ്കിലും എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു എൻ ഇ പവർ എൻ എക്സ് ഇ പവർ മൈനസ് എൻ എക്സ് സ്ക്വയർ എന്ന് പറയുന്നതും 0യിലേക്ക് തന്നെയായിരിക്കും കൺവെർജ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? എഫ് എൻ കൺവെർജസ് ടു 0 പോയിന്റ് വൈസ് എന്ന് പറയാം. ഓക്കെ, പോയിന്റ് വൈസ് കൺവെർജന്റ് ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി യൂണിഫോംലി കൺവെർജന്റ് ആണോ എന്നല്ല ചെക്ക് ചെയ്യേണ്ടത്. യൂണിഫോംലി കൺവെർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എം എൻ, ദാറ്റ് ഈസ് സുപ്രീമം ഓഫ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് 0 1 മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ചെയ്യണം അല്ലേ. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0യിലേക്കാണ് കൺവെർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് 0 ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു എന്ത് കിട്ടും? സുപ്രീമം എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് 0 1 മോഡുലസ് ഓഫ് എഫ് എൻ ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താ വരിക? എൻ എക്സ് ഇ പവർ മൈനസ് എൻ എക്സ് സ്ക്വയറിന് വരും. ഓക്കെ, സോ ഇതിന്റെ സുപ്രീം വാല്യൂ ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ സുപ്രീം വാല്യൂ കാണാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഇതൊരു ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യാണ്. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എൻ എക്സ് ഇ പവർ മൈനസ് എൻ എക്സ് സ്ക്വയറിന് എടുക്കുന്നു. അപ്പോൾ ഇതിന്റെ മാക്സിമം, സുപ്രീം എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നു. ഫൈ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ എൻ ഇൻറ്റു എക്സ് ഇ പവർ മൈനസ് എൻ എക്സ് സ്ക്വയറിൻ്റെയാണ്. ഇ പവർ മൈനസ് എൻ എക്സ് സ്ക്വയർ ഇടുന്നു, എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത 1. ഓക്കെ, ഇനി അടുത്തത് പ്ലസ് ആണ്. അടുത്ത എക്സ് ഇൻറ്റു ഇ പവർ മൈനസ് എൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇ പവർ മൈനസ് എൻ എക്സ് സ്ക്വയർ ഇൻറ്റു എൻ എക്സ് മൈനസ് എൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്തൊരു? മൈനസ് 2nx അല്ലേ. സോ 2nx ഈ മൈനസ് ഇവിടേക്ക് എഴുതി. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു ഇവിടുന്ന് എന്ത് ചെയ്യാം? ഇ പവർ മൈനസ് എൻ എക്സ് സ്ക്വയർ എനിക്ക് എടുത്ത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? എൻ ഇ പവർ മൈനസ് എൻ എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ഇവിടെ എക്സ് ഉണ്ട്, സോ എക്സ് സ്ക്വയർ ആണ്, സോ 2n എക്സ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇതാണ് ഫൈ ഡാഷ് ഓഫ് എക്സ്. സോ ഇതിന്റെ സുപ്രീമം പോയിന്റ് അല്ലെങ്കിൽ മാക്സിമം പോയിന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ പോയിന്റ് നോക്കണം. ഫൈ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഫൈ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് കിട്ടും? ഇത് ഒരിക്കലും 0 ആവില്ല, n 0 ആവില്ല, ഇ പവർ മൈനസ് എൻ എക്സ് സ്ക്വയർ 0 ആവില്ല. സോ എന്ത് കിട്ടും? 1 മൈനസ് 2n എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇംപ്ലൈസ് എന്ത് കിട്ടും? 2n എക്സ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇംപ്ലൈസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 1/2n എന്ന് കിട്ടും, വിച്ച് ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ റൂട്ട് ഓഫ് 2n കിട്ടും. ഓക്കെ, അപ്പോൾ 1 സ്ക്വയർ റൂട്ട് ഓഫ് 2n വരുമ്പോഴാണ് എന്ത് വരിക? മാക്സിമം വാല്യൂ വരിക. അതിന്റെ വാല്യൂ എന്താണ്? എഫ് എൻ ഓഫ് 1/√2n വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എൻ ഓഫ് 1/√2n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് ഇവിടെ കൊടുക്കണം അല്ലേ. അപ്പോൾ n ഇൻറ്റു 1/√2n ഇൻറ്റു ഇ പവർ മൈനസ് എൻ ഇൻറ്റു 1/√2n സ്ക്വയർ, ദാറ്റ് ഈസ് 2n വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ √10 ഡിവൈഡ് ബൈ √2 ഇ പവർ മൈനസ് 1/2 എന്ന് വരും അല്ലേ. ആൻഡ് ഇത് ഇങ്ങനെയാണ് വരിക. സോ എം എൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? √n ഡിവൈഡ് ബൈ √2. ഓക്കെ, √n ഡിവൈഡ് ബൈ √2 ഇ പവർ മൈനസ് 1/2 ആൻഡ് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് എങ്ങോട്ടാണ് പോവുക? ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക, 0യിലേക്കല്ല. വിച്ച് ഇംപ്ലൈസ് എന്ത് പറയാൻ പറ്റും? എഫ് എൻ ഡസ് നോട്ട് കൺവെർജ് ടു 0 യൂണിഫോംലി എന്ന് കിട്ടും. യൂണിഫോംലി കൺവെർജന്റ് അല്ല എന്ന് കിട്ടും അല്ലേ. സോ ഓപ്ഷൻ എ നോട്ട് യൂണിഫോംലി കൺവെർജന്റ് എന്നുള്ള ഈ ഓപ്ഷൻ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അടുത്തത് എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എൻ എക്സ് സ്ക്വയർ. ഓക്കെ, എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു അടുത്ത കളറിൽ എഴുതാം. എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എൻ എക്സ് സ്ക്വയർ അല്ലേ. സോ ഇവിടെ നോക്കൂ, എക്സ് 0 ആകുമ്പോൾ ഇത് 0 ആയി അല്ലേ. എക്സ് ന്യൂമറേറ്ററിൽ 0 ഉണ്ട്, സോ ഇത് 0 ആയി. ഇനി എക്സ് 1 ആകുമ്പോൾ എന്തൊരു 1/1 പ്ലസ് എൻ ആണ് വരിക. സോ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി 1/1 പ്ലസ് എൻ 0യിലേക്ക് പോകും. ആൻഡ് എക്സ് എന്ന് പറയുന്നത് 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ്. വേറെ ഏത് പോയിന്റ് ആണെങ്കിലും ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് 0 ആയിട്ട് മാറും. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് എക്സ് ഈസ് ഓൾവേസ് ഈക്വൽ ടു എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും? എഫ് എൻ കൺവെർജിങ് ടു 0 പോയിന്റ് വൈസ് എന്ന് കിട്ടും. ഓക്കെ, പോയിന്റ് വൈസ് കൺവെർജന്റ് ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എം എൻ എന്ന് പറയുന്നത് എന്താണ്? സുപ്രീമ ഓഫ് ഇവിടെ എക്സ് ബിലോങ്സ് ടു എവിടെയാണ്? ക്ലോസ്ഡ് 0 1 അല്ലേ. എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് 0 1 എന്തായിരിക്കണം? ഇവിടെ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എൻ എക്സ് സ്ക്വയർ മൈനസ് 1 എന്നൊക്കെ വരും അല്ലേ. അപ്പോൾ അത് അങ്ങനെ തന്നെ വരും, എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എൻ എക്സ് സ്ക്വയർ. ഓക്കെ, സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. സോ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു, ഞാൻ എം എൻ ഡാഷ് ഓഫ് എക്സ് എന്ന് എടുക്കുന്നു. അല്ലെങ്കിൽ ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഡിഫൈൻ ചെയ്യുന്നു. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എൻ എക്സ് സ്ക്വയർ. ഇപ്പോൾ ഡെറിവേറ്റീവ് ഫൈ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 പ്ലസ് എൻ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് എന്താണ്? എക്സ് ഇൻറ്റു
1 പ്ലസ് എൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2nx അല്ലേ, ഡിവൈഡ് ബൈ 1 പ്ലസ് എൻ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടി? ഇംപ്ലൈസ് ഫൈ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇവിടെ 1 പ്ലസ് എൻ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ മൈനസ് 2nx സ്ക്വയർ ഉണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 1 മൈനസ് 2nx സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് എൻ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇതാണ് എന്ത് വരിക? ഫൈ ഡാഷ് ഓഫ് എക്സ് എന്ന് വരിക. ഓക്കെ, സോ ഇനി ഇത് 0 ആവുന്ന പോയിന്റ് ആയിരിക്കും ക്രിട്ടിക്കൽ പോയിന്റ് വരിക. ഫൈ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എന്ത് കിട്ടും? ന്യൂമറേറ്റർ 0 ആണ് അല്ലേ. 1 മൈനസ് 2nx സ്ക്വയർ 0 ആവണം, വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2n എന്ന് വരും അല്ലേ. 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2n എന്നാണ് വരിക. സോറി, 2nx എക്സ് സ്ക്വയർ ഇല്ല, ഇവിടെ 1 പ്ലസ് എൻ എക്സ് സ്ക്വയറിന് 1 മൈനസ് 2nx സ്ക്വയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് എൻ എക്സ് സ്ക്വയറിനേ ഉള്ളൂ അല്ലേ. സോ 1 മൈനസ് എൻ എക്സ് സ്ക്വയറിനേ ഉള്ളൂ. സോ 1 ബൈ റൂട്ട് എന്നാണ് വരിക. ഓക്കെ, അപ്പം മാക്സിമം വാല്യൂ, സുപ്രീം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് 1 ബൈ റൂട്ട് എൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 ബൈ റൂട്ട് എൻ ഡിവൈഡ് ബൈ 1 പ്ലസ് എൻ ഇൻറ്റു എന്ത് വരും? 1 ബൈ എൻ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1 ബൈ 2 റൂട്ട് എൻ വരും. ഓക്കെ, സോ ഇതായിരിക്കും എന്ത് വരിക? എഫ് ഓഫ് എൻ വരിക. ആൻഡ് സോ എം എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടി? 1 ബൈ 2 റൂട്ട് എൻ ആണ്. ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി എം എൻ ഈക്വൽ ടു എന്ത് കിട്ടും? ലിമിറ്റ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 ബൈ 2 റൂട്ട് എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും? എഫ് എൻ കൺവർജിങ് ടു 0 യൂണിഫോംലി എന്ന് കിട്ടും. ഓക്കെ, യൂണിഫോംലി കൺവർജന്റ് ആണ്. സോ ഇവിടെ തന്നിട്ടുള്ള യൂണിഫോംലി കൺവർജന്റ് ആണെന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. സോ ബോത്ത് 1 ആൻഡ് 2 ആർ ട്രൂ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റ് ജി ബി എ ബൗണ്ടഡ് ഫംഗ്ഷൻ ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ്. ഇഫ് ജി ഇസ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി, ദെൻ ഇറ്റ് ഈസ് റീമാൻഡബിൾ. ട്രൂ ആണ് അല്ലേ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ അതെന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. റീമാൻഡബിൾ ആണ്. അതുപോലെ ജി ഇസ് കണ്ടിന്യൂസ് ദെൻ റീമാൻഡബിൾ, അതും ട്രൂ ആണ് അല്ലേ. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി അതെന്തായിരിക്കും? റീമാൻഡബിൾ ആയിരിക്കും. അതുപോലെ മോണോട്ടോണിക് ഓൺ ക്ലോസ് ഇന്റർവൽ എ ബി അതും എന്തായിരിക്കും? റീമാൻഡബിൾ ആയിരിക്കും. സോ ഓൾ ഓഫ് ദി എബോവ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇംപ്രോപ്പർ ഇന്റഗ്രൽസ് ആർ കൺവർജന്റ്? ഓക്കെ, ഇതിൽ ഏത് തന്നിട്ടുള്ള ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആണ് കൺവർജന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1-2 കാര്യങ്ങൾ, റിസൾട്ടുകൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന്, ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ 1 ടു ഇൻഫിനിറ്റി 1 ബൈ എക്സ് പവർ മ്യൂ എ ടു ഇൻഫിനിറ്റി ആണ് കൺവർജന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താണ്? മ്യൂ ഗ്രേറ്റർ ദാൻ 1. ഇവിടെ എ എന്ന് പറയുന്നത് ഏതെങ്കിലും പോസിറ്റീവ് നമ്പർ ആയാൽ മതി. ഓക്കെ, ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി 1 ബൈ എക്സ് പവർ മ്യൂ ഈസ് കൺവർജന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് മ്യൂ ഗ്രേറ്റർ ദാൻ 0, വേറെ എ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഓക്കെ, അടുത്ത ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്തായിരിക്കും? കൺവർജന്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? പ്രൊവൈഡിങ് എ ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴാണ് നമുക്ക് ഈ റിസൾട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 റിസൾട്ടുകളും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കൂ. ഫസ്റ്റ് ഓപ്ഷൻ തന്നിട്ടുള്ളത് എ ഇന്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി ഡി എക്സ് ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 1 ആണ്. ഓക്കെ, സോ ഇവിടെ ഈ 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 1 എന്നുള്ളതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ അല്ലേ. സോ നമുക്കറിയാം എന്താണ്? 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പവർ എക്സ് ക്യൂബ് ആയിരിക്കുമല്ലോ അല്ലേ. സോ ദാറ്റ് ഈസ് 1 ബൈ എക്സ് പവർ 3/2 എന്ന് വരും. ഓക്കെ, ആൻഡ് ഇന്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1 ബൈ എക്സ് പവർ 3/2 കൺവർജന്റ് ആണ് അല്ലേ. കൺവർജന്റ് ആണ് കാരണം മ്യൂ എന്ന് പറയുന്നത് ഇവിടെ മ്യൂ ഈക്വൽ ടു 3/2 ഈസ് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ഇത് കൺവർജന്റ് ആണ്. ദെർഫോർ ബൈ കമ്പാരിസൺ ടെസ്റ്റ് എന്ത് പറയാൻ പറ്റും? നമുക്ക് ഈ ഒരു സീരീസിലെ ഈ ഇന്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് 1 എന്ന് പറയുന്നത് ഡി എക്സ് എന്ന് പറയുന്നതും കൺവർജന്റ് ആയിരിക്കും. ഓക്കെ, സോ ഇത് കൺവർജന്റ് ആണ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്തത് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. ഓക്കെ, ബി ഓപ്ഷൻ വരുന്നത് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? മോഡുലസ് ഓഫ് കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എടുക്കുന്നു. ഓക്കെ, 1 പ്ലസ്
സോറി 1/1 പ്ലസ് എക്സ് സ്ക്വയർ കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, വിച്ച് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു എന്താണ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ ഈക്വൽ ടു 1/x സ്ക്വയർ ആണ്. ആൻഡ് ഇൻ്റഗ്രൽ ഓക്കെ ഇത്രയും തന്നിട്ടുണ്ട്. ഇനി 0 ടു ഇൻഫിനിറ്റി ആണല്ലോ, നമുക്ക് ഈ കമ്പാരിസൺ ടെസ്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ 1 ടു ഇൻഫിനിറ്റി ആക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഇൻ്റഗ്രൽ 0 ടു 1 കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, ആൻഡ് ഇവിടെ നോക്ക് ഇൻ്റഗ്രൽ 0 ടു 1 ആണ്. ഇൻ്റഗ്രൽ 0 ടു 1ൽ ഇവിടെ എന്തെങ്കിലും സിംഗുലാരിറ്റി വരുന്നുണ്ടോ? ഇല്ല. 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 0 ടു 1 നോൺ സീറോ ആണ്. ആൻഡ് കോസ് എക്സും പ്രശ്നമൊന്നുമില്ല. സോ ഈ സീരീസ് എന്തായിരിക്കും, ഈ ഇൻ്റഗ്രൽ കൺവെർജൻ്റ് ആണ്. ഇനി ഈ ഇൻ്റഗ്രൽ മാത്രം നോക്കിയാൽ മതി. സോ ആ ഇൻ്റഗ്രൽ നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിനെ കമ്പയർ ചെയ്യുന്നു ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി 1/x സ്ക്വയർ ഡി എക്സ് കൺവെർജൻ്റ് ആണെന്ന് നമുക്കറിയാം ബൈ മ്യൂ ടെസ്റ്റ്, വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും, ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്തായിരിക്കും, കൺവെർജൻ്റ് ആയിരിക്കും. അതായത് ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണ്. സോ വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും, കൺവെർജൻ്റ് ആണെന്ന് കിട്ടും. ഓക്കെ, സോ ഇത് കൺവെർജൻ്റ് ആണ്. സോ ഈ ടോട്ടൽ ഈ ഇൻ്റഗ്രൽ എന്താണ്, കൺവെർജൻ്റ് ആണെന്ന് കിട്ടി. സോ ബി ഓപ്ഷനും എന്താണ്, ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി സി ഓപ്ഷൻ തന്നിട്ടുള്ള എന്താ നോക്കൂ, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ പ്രശ്നം വരുന്നത് എന്താ, ഇൻ്റഗ്രൽ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് എന്നാണ്. സോ നോക്കൂ, ആസ് എക്സ് ടെൻഡിങ് ടു 0 പ്ലസ് ആകുമ്പോൾ എന്ത് വരും, ഈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ 1 എങ്ങോട്ടാണ് ടെൻഡ് ചെയ്യുക, 1ലേക്ക് ടെൻഡ് ചെയ്യും. പക്ഷേ ഈ 1/x സ്ക്വയർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്കാണ് ടെൻഡ് ചെയ്യുക, അതായത് 0യിലേക്ക് ടെൻഡ് ചെയ്യില്ല. സോ ദാറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു ഇൻ്റഗ്രൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, എക്സിസ്റ്റ് ചെയ്യില്ല നമുക്ക് കിട്ടും. ഓക്കെ, ഇതിങ്ങനെ ചെയ്യുന്നില്ല, 0 ടു 1 ഇത് ഇവിടെ ചെയ്തതുപോലെ ചെയ്യാം. എന്നിട്ട് ഈ രണ്ടാമത്തെ നമുക്ക് കമ്പയർ ചെയ്തിട്ടൊക്കെ പറയാം. സോ എന്ത് കിട്ടും, ഈ വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും, ഇൻ്റഗ്രൽ 1 ടു അല്ലെങ്കിൽ 0 ടു ഇൻഫിനിറ്റി 1/x സ്ക്വയർ ഡി എക്സ് എന്തായില്ല, ഡസ് നോട്ട് കൺവെർജൻ്റ് ആണ്, അല്ലെങ്കിൽ ഡൈവർജ് ചെയ്യും. വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടും, ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി കോസ് സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എന്നുള്ളത് ഡി എക്സ് എന്ന് പറയുന്നത് ഡൈവർജൻ്റ് ആണ്. ഓക്കെ, ഡൈവർജൻ്റ് ആണെന്ന് കിട്ടും. ഓക്കെ, സോ ഈ ഓപ്ഷൻ തെറ്റ് ഓപ്ഷൻ ആണ്, ഫോൾസ് ആണ്. നമുക്കിവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും ട്രൂ ആണ്, ഓൾ ഓഫ് ദി എബവ് അല്ല. സോ ഇവിടെ ഒരു ഓപ്ഷനും കറക്റ്റ് വരില്ല. ആക്ച്വലി സ്പീക്കിംഗ് എന്ത് വരുന്നില്ല, ഇവിടെ ഒരു ഓപ്ഷനും ശരിയായ ഉത്തരമല്ല തരുന്നത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമുക്ക് സെക്കൻഡ് മോഡ്യൂൾ റിയൽ അനാലിസിസുമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.